ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നാളെ 2025 ജൂലൈ മാസം 15-ാം തീയതിയാണ്. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡുവിൻ്റെ തുക വിതരണം തുടങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഈ ഒരു തുക നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. പക്ഷേ ചില ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഈ ഒരു തുക തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. കൂടാതെ തന്നെ നിങ്ങൾ ഇപ്പോൾ അനർഹമായിട്ട് തുക കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ പദ്ധതിയിൽ നിന്ന് മാറിപ്പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർശനമായുള്ള നടപടിയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ പിടിമുറുക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് 30 ലക്ഷത്തിനടുത്ത് ആളുകളാണ് കിസാൻ സമ്മാൻ നിധിയുടെ 4 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം ലഭിക്കുന്ന ഈ ഒരു പദ്ധതിയിൽ അംഗമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ആനുകൂല്യം അതിൻ്റെ അർഹതയുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയാണ് കർശനമായുള്ള പരിശോധനയിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോകുന്നത്. നമുക്കറിയാം, ഈ ഒരു തുക കൈപ്പറ്റുന്ന ആളുകളിൽ ആരെങ്കിലും ഗവൺമെൻറ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതര സ്ഥാപനങ്ങളിൽ 10,000 രൂപയ്ക്ക് മുകളിൽ മാസം പെൻഷൻ കിട്ടുന്നവർ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വീടുകളിൽ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ, പ്രൊഫഷണൽ ജോലിക്കാരായിട്ടുള്ള ആളുകളുണ്ടോ എങ്കിൽ ആ ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കൊന്നും ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഒരു തുക വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തുക തിരിച്ചടയ്ക്കേണ്ടതാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത്. അല്ലെങ്കിൽ റവന്യൂ റിക്കവറി പോലെയുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കിസാൻ സമ്മാൻ നിധി പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ. ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ മാസം ഇപ്പോൾ തുകയുടെ വിതരണത്തിനുള്ള സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. 20-ാം തീയതി കഴിയുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കും. തുക വിതരണം ചെയ്ത് തുടങ്ങുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രമല്ല തുകയിൽ ഏകദേശം 3200 രൂപ വരെ ഉണ്ടാകാൻ ഈ ഒരു മാസം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. പക്ഷേ ഇതിന് ഉറപ്പ് കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ നിയമസഭാ ഇലക്ഷനൊക്കെ വരുന്ന സാഹചര്യത്തിൽ തുക വർദ്ധിപ്പിക്കാൻ ഏകദേശം 1750 1800 രൂപയിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടിയും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നത് സാധാരണ രീതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഈ ഒരു തുക വർദ്ധിപ്പിക്കുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതുകൂടാതെ തന്നെ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട്. വടക്കൻ ജില്ലകളിലൊക്കെ മഴ കൂടുതൽ ശക്തമായേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കൂടാതെ തന്നെ റേഷൻ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്ന ആളുകൾ ഇപ്പോൾ റേഷൻ ഇനിയും വാങ്ങിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക. ഇന്ന് 14-ാം തീയതിയായി. ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സമയം പോകും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് മാത്രമല്ല, ഈ പ്രാവശ്യവും സ്പെഷ്യൽ ആനുകൂല്യങ്ങൾ നമുക്ക് നീലക്കാർഡിനൊക്കെ പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ അരി വിഹിതമൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇനി വരുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പല ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും വീഡിയോസും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിടുന്നതായിരിക്കും. പ്രത്യേകിച്ച് പലതരത്തിലുള്ള സാമ്പത്തിക അതുപോലെ തന്നെ രോഗങ്ങൾക്കുള്ള സഹായങ്ങളൊക്കെ ഇനി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ വന്നത്.